CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിവരുന്ന CCTVയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനോടനുബന്ധിച്ച് പറപ്പൂക്കാവ് ക്ഷേത്ര മൈതാനിയിൽ ഫ്ലാഷ് മോബും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. ലഹരിക്കെതിരെ ക്യാമ്പയിനുമായി മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ യൂത്ത് ലീഗ് മാർച്ച് 31 കുന്നംകുളം സെന്റ് തോമസ് പള്ളി കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ റാലി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ആനക്കോട്ടം മുതൽ തമ്പുരാൻപടി വരെ മനുഷ്യശൃംഖലയും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി. SDPIയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും ഇഫ്താർ സംഗമവും നടത്തി. കുന്നംകുളം റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ ബോധവൽക്കരണ സന്ദേശം നൽകി. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേലവരവ് ഞായറാഴ്ചയും പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരമെഴുന്നള്ളിപ്പ് തിങ്കളാഴ്ചയും നടക്കും. പൂരാഘോഷം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. കുന്നംകുളം അടുപ്പുട്ടിപ്പള്ളിയിൽ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനെ കൊടിയേറി. ഏപ്രിൽ 4, 5 തീയതികളിലായാണ് ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത്. 2 ദിവസങ്ങളിലായി കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന SFI കുന്നംകുളം ഏരിയ സമ്മേളനം സമാപിച്ചു. മാലിന്യമുക്ത നഗരസഭാ പ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി ഗുരുവായൂർ നഗരസഭയിൽ ശുചിത്വ സംഗമവും പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരം നേടിയ സുർജിത് അയ്യപ്പത്തിന് ആദരവും സംഘടിപ്പിച്ചു. കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ കുന്നംകുളം നഗരസഭ പണിത അജൈവ മാലിന്യ സംഭരണ കേന്ദ്രം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പോക്സോ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിക്ക് സമാനമായ കേസിൽ 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ. 13 വയസ്സുകാരന് നേരെ പള്ളിയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ പുന്നീർകുളം എഴുകോട്ടയിൽ 55 വയസ്സുള്ള മൊയ്തുണ്ണി എന്ന ജമാലുദ്ദീനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ജഡ്ജി S. ലിഷ ശിക്ഷിച്ചത്. കാഞ്ഞിരക്കോട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കവുങ്ങുകൾ മുറിച്ചിട്ട് അടയ്ക്ക മോഷ്ടിച്ചതായി പരാതി. പരാത്തുകുളം ചൊവ്വലൂർ ബാബുവിന്റെ പുറംപറമ്പിലെ 5 കവുങ്ങുകളാണ് മുറിച്ച് നശിപ്പിച്ചിരിക്കുന്നത്. കുവൈത്ത് ദുരന്തത്തിൽ മരണമടഞ്ഞ ബിനയ് തോമസിന്റെ കുടുംബത്തെ ചേർത്തുപിടിച്ച് ചാവക്കാട് നഗരസഭ PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ക്രൈസ്തവ ഗാനശാഖയ്ക്ക് മറക്കാനാകാത്ത ഒട്ടനവധി ഗാനങ്ങൾ സമ്മാനിച്ച പാസ്റ്റർ PP മാത്യുവിന്റെ ഓർമ്മയിൽ ഞായറാഴ്ച കുന്നംകുളത്ത് സംഗീത സായാഹ്നം നടക്കും. ബ്രഹ്മകുളത്തെ കലാസാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ നിറസാന്നിധ്യമായ ബ്രദേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും സ്നേഹാദരവും സംഘടിപ്പിച്ചു. കരിക്കാട് ജുമാ മസ്ജിദിനു കീഴിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ കരുണയുടെ UAE ചാപ്റ്റർ കരിക്കാട് മേഖലയിലെ നിർധന കുടുംബങ്ങൾക്ക് വർഷം തോറും നൽകി വരാറുള്ള സഹായങ്ങൾ വിതരണം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ശുചീകരിച്ചു. കുന്നംകുളം ആർത്താറ്റ് സ്മൃതിപഥം ഡിമെൻഷ്യ സെന്ററിൽ നടത്തിയ സൗജന്യ മറവിരോഗ പരിശോധനാ ക്യാമ്പിന് ഡോക്ടർ അഞ്ജു കൃഷ്ണ നേതൃത്വം വഹിച്ചു. സാമൂഹ്യ സേവന രംഗത്ത് ചുവടുറപ്പിക്കാനായി കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ മറ്റം ആസ്ഥാനമായി ആരംഭിച്ച സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.